നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യം. തത്തകൾ വ്യാപകമായി നാശം വിധിക്കുന്നത് നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിൽ. കൂട്ടമായി ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന തത്തകൾ തിന്നു നശിപ്പിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കായ്കൾ. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സംസ്ഥാന നേതൃത്വം അട്ടിമറിക്കുന്നതിനെതിരെ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ. യൂണിയനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാലാണ് അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ. ബൈസൺവാലി ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ CPI നേതാക്കൾ സന്ദർശനം നടത്തി. സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ മറ്റു നടപടികളിലേക്ക് കടക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്. കട്ടപ്പന 20 ഏക്കർ മേഖലയിൽ വവ്വാൽ കൂട്ടം ഭീതി ജനിപ്പിക്കുന്നു. ഏതാനും ദിവസങ്ങളായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 100 കണക്കിന് വവ്വാലുകൾ. നിപ്പ ഭീതിയടക്കം നിലനിൽക്കുന്നതിനാൽ ആശങ്കയിൽ ജനങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യം. നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് തത്തകൾ വ്യാപകമായി നാശം വിതയ്ക്കുന്നത്. കൂട്ടമായി ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന തത്തകൾ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കായ്കളാണ് തിന്ന് നശിപ്പിക്കുന്നത്. മാവടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഏലം കർഷകർക്ക് നിലവിൽ കൃഷിഭൂമിയിലെ ജോലികൾ ചെയ്യാൻ സമയമില്ല. പാട്ടകുട്ടി ശബ്ദമുണ്ടാക്കി എങ്ങനെയും തത്തകളെ തുരത്താനുള്ള തത്രപ്പാടിലാണിവർ. മുൻ വർഷങ്ങളിലും തത്തകൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നില്ല. ഇത്തവണയാണ് വിളനാശം കൂടുതൽ. 1 മാസം മുൻപാണ് ഇത്തവണ തത്തകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. നിലവിൽ 100 കണക്കിന് തത്തകളാണ് വിവിധ മേഖലകളിൽ എത്തുന്നത്. വിളവെടുപ്പിന് പാകമായതും അല്ലാത്തതുമായ ഏലക്ക ഇവ തിന്നു നശിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു. 1 മാസമാണ് ഇപ്പം ഈ ഏലക്കാട് സീസൺ മഴയൊക്കെ പെയ്തിട്ട് കായ കണ്ടാൽ വന്നിട്ട് തന്നെ 1 മാസത്തിന് മുന്നോട്ടുള്ള ഡേറ്റ് ആകുന്നുള്ളൂ. 1 മാസത്തോളം അടുത്തായി ഈ തത്തയുടെ ശല്യം വരാൻ തുടങ്ങി. ആദ്യം 1-2 ചെടിയിലൊക്കെ വന്ന് ഇരുന്ന് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് വ്യാപകമായി 100 കണക്കിന് തത്തയുണ്ട്. അത് പല ബാച്ചുകളായിട്ടാണ് ഇപ്പം പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഇന്ന് വരുന്ന സ്ഥലത്ത് നാളെ വരത്തില്ല, ചിലപ്പോൾ അതിന്റെ അടുത്ത പരിസരത്തായിരിക്കും വരിക. കായുള്ള ചെടി മാത്രമേ ഇത് നല്ല കായുള്ളതെന്ന് പറയുമ്പം കായില്ലാത്ത തത്തം കളയാൻ പറ്റില്ല. അപ്പം നല്ല കായുള്ള ഈ ഞെള്ളാരി ചെടി ചരം വളഞ്ഞു കിടക്കുന്നതിൽ അതിന് മുകളിൽ ആ ചരത്തിന്റെ മുകളിൽ വന്നിരുന്നുകൊണ്ട് അത് ചാടിച്ചാടി മറ്റു കിളികളപ്പോൾ ചാടിച്ചാടി നടക്കുന്നില്ല. ആ ചരത്തിന്റെ വളവിന് വന്നിരുന്നുകൊണ്ട് 2-3 തത്ത ഓരോ ചെടിക്കോട്ട് വന്നിരുന്നുകൊണ്ട് അത് എത്തി വലിഞ്ഞും എടുക്കാവുന്നിടത്തോളം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതെടുത്ത് മുറിച്ചതിന്റെ അരിയുടെ നീര് കുടിച്ചിട്ട് ബാക്കി കളയാം. അതുകൊണ്ട് ഒരു തത്തയൊക്കെ എന്ന് മാത്രം കളയാമെന്ന് നമ്മൾ തത്തകളെ കാണുമ്പോൾ ശരിയായിരിക്കാം, വളരെ ചെറിയൊരു കിളിയ. പക്ഷെ അത് നശിപ്പിക്കുന്നതിന്റെ അരിയെടുത്ത് അതിന് സത്ത് മാത്രമേ ഇത് നാക്കെ പറ്റിച്ച് കഴിക്കുന്നുള്ളൂ. അതിന് നമ്മൾ സാധാരണ മരുന്നടിച്ചിട്ടൊന്നും ഇതിന് മരുന്നടിക്കാൻ നോക്കുമ്പോൾ ഏലത്തിന് കീടത്തിനൊക്കെ ഉള്ള മരുന്നടിച്ചാലും 1-2 ദിവസത്തേക്കൊക്കെ വരിക എനിക്കൊരു അനുഭവം ഉണ്ട്. എന്നാലും പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം വീണ്ടും തത്തമ്മ ഇറങ്ങി വ്യാപകമായിട്ട് കളയും. അപ്പോൾ അതൊന്നും അലട്ടുന്ന പ്രശ്നം, അതിനൊന്നും ഒരു പ്രശ്നപരിഹാരമല്ല. ഇപ്പം എന്ത് ചെയ്യണമെന്നൊക്കെ കൃഷിക്കാർ സന്ദേഹത്തിലാണ്. എവിടുന്നെങ്കിലും എന്തെങ്കിലും ഫലപ്രദമായ ഒരു മാർഗങ്ങൾ ഇതിനെ പ്രതിരോധിക്കാനുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൃഷിക്കാരൻ്റെ ആകെ നിലനിൽപ്പാണ് ഈ ഏലകൃഷി. സാധാരണക്കാർ ഇപ്പം എനിക്ക് കാണാൻ വേറെ ഒരു കൃഷിയില്ല, ഈ ഏലകൃഷി കൊണ്ട് മാത്രം നമ്മൾ കൈകൂടി പോകുന്നതാണ്. അപ്പം നമ്മളുടെ ആരെങ്കിലും പരിഹാരം കാണാൻ പറ്റാൻ ആരൊക്കെ ഏതെങ്കിലും തലത്തിൽ നിന്നോട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ കൃഷി തന്നെ ഇല്ലാണ്ടായിപ്പോൾ ഇതുപോലെ തത്ത എവിടുന്ന് വന്ന തത്ത നമുക്കറിയില്ല. പുറത്തുനിന്ന് ഒരു പക്ഷെ വന്നില്ല. നേരത്തെ ഏത് സീസണിലും തത്തമ്മ ഉണ്ട് ഇവിടെ. എന്നാൽ ഇത്രമാത്രം എണ്ണത്തെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ആദ്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ ഇവയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഏലത്തോട്ടത്തിലെ വലിയ മരങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക. കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കും. പാട്ടകുട്ടിയും മറ്റും ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമല്ല. ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങളിലേക്ക് പറന്നുയരുന്ന ഇവ കർഷകർ മാറിയാൽ ഉടൻ തന്നെ തിരികെ എത്തും. പൂർണ്ണമായും ഇവയെ തുരത്താനാവില്ലെങ്കിലും കൃഷിയിടത്തിനു ചുറ്റും വലിയ ശബ്ദമുയർത്തുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സംസ്ഥാന നേതൃത്വം അട്ടിമറിക്കുന്നതിനെതിരെ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ. യൂണിയനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാലാണ് അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി നിയമാവലികൾ തെറ്റിച്ച് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നതായാണ് ആരോപണം. വിവിധങ്ങളായ പ്രശ്നങ്ങൾ യൂണിയനിൽ ഉണ്ടെന്നും ഇതിന്റെ പിന്നിൽ NSS ജനറൽ സെക്രട്ടറിയുടെ കൈകളാണെന്നും ഹൈറേഞ്ച് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിനായി നടത്തിയ പരിശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാലാണ് ഹൈറേഞ്ച് യൂണിയന്റെ നേതൃത്വത്തിൽ മരണം വരെയും നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. 12 അമ്മമാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സമരം ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി യൂണിയൻ പിടിച്ചെടുക്കുക എന്നതാണ് ജനറൽ സെക്രട്ടറിയുടെ തന്ത്രമെന്നും ഈ സാഹചര്യത്തിലാണ് മരണം വരെയും നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നതെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ അതിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ NSSന്റെ ജനറൽ സെക്രട്ടറി ആകണമെന്നോ NSSന്റെ ഭരണം നമുക്ക് വേണമെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രസിഡന്റായി ഒരു ടേം കൂടി R മണിക്കൂറിൽ ഇരിക്കണം എന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ദയവായി ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടത്തൂ. ഇതിന്റെ ഉടമസ്ഥർ ഇവിടെയുണ്ട്. ആചാര്യനാൽ എഴുതപ്പെട്ട ഭരണഘടനയനുസരിച്ച് ഓരോ താലൂക്ക് യൂണിയന്റെയും ഉടമസ്ഥർ ആ പ്രദേശത്തുള്ള കരയോഗങ്ങളാണ്. ഹൈറേഞ്ച് NSS യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈറേഞ്ച് NSS യൂണിയന്റെ ഉടമസ്ഥർ ഇവിടെയുള്ള 86 കരയോഗങ്ങളാണ്. ആ 86 കരയോഗങ്ങൾ ചേർന്ന് ആരെ നിശ്ചയിക്കുന്നുവോ അവരാണ് 3 വർഷക്കാലം താലൂക്ക് യൂണിയന്റെ ഭരണം നടത്തുന്നത്. ഇത് ആചാര്യനാൽ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഹൈറേഞ്ചിലെ 6000-ഓളം വരുന്ന നായർ കുടുംബങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് യൂണിയൻ പ്രസിഡന്റ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിൽ നിരവധി ആളുകളും പങ്കെടുത്തു. ബൈസൺവാലി ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ CPI നേതാക്കൾ സന്ദർശനം നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ അടക്കമുള്ള നേതാക്കളാണ് ചൊക്രമുടിയിലെത്തിയത്. സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ മറ്റു നടപടികളിലേക്ക് കടക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ചൊക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ചൊക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് CPI നേതാക്കൾ സന്ദർശനം നടത്തിയത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, ജില്ലാ സെക്രട്ടറി K സലിംകുമാർ അടക്കമുള്ള നേതാക്കളാണ് ചൊക്രമുടിയിലെത്തിയത്. സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ മറ്റു നടപടികളിലേക്ക് കടക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് പ്രതികരിച്ചു. ഭൂമി സന്ദർശിച്ചാലും സന്ദർശിച്ചില്ലെങ്കിലും ഈ ഭൂമി കയ്യേറ്റത്തിൽ ഭൂമി പരിശോധന നടത്തി അത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഈ ഭൂമി കയ്യേറ്റ ഭൂമി സർക്കാർ തിരിച്ചെടുക്കുകയും ചെയ്യണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. ഇതിനോടകം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യത്തെ തുടർന്ന് ഗവൺമെന്റ് തന്നെ ഈ വാർത്ത ഉയർന്നു വന്ന സാഹചര്യത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ അടിയന്തരമായി റവന്യൂ വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗവൺമെന്റ് അത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ആ നടപടികൾ ഉണ്ടാകണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഉയർന്നു വന്നിട്ടുള്ള കാര്യത്തിൽ മന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കയ്യേറ്റത്തിനെതിരായി അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ച് അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു ഇടപെടലും ഇല്ല എന്നുള്ളത് ആ അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഉന്നയിക്കുക മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായി ഈ പാർട്ടിയുടെ വ്യക്തമായി ഇന്ന ആളുകൾ ഈ കയ്യേറ്റത്തിൽ കക്ഷികളാണ് എന്നോ അതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നോ പണം കൊടുത്തിട്ടുണ്ടോ എന്നോ എന്നും വ്യക്തമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും വ്യക്തമായ തെളിവുകളോ വ്യക്തമായ പരാതികളോ ലഭിക്കുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച് സംഘടനാപരമായി അതിന്റെ പരിശോധന നടത്തി അതിന്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തി അതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലമുള്ള നിലപാട് എല്ലാ വിഷയത്തിലും. നേതാക്കളായ KK ശിവരാമൻ, ജയ മധു, പ്രിൻസ് മാത്യു, P പളനിവേൽ, CU ജോയി, KM ഷാജി, അഡ്വക്കേറ്റ് ചന്ദ്രപാൽ, വിനൂസ് കറിയ എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അടിയന്തരമായി ഒഴിപ്പിക്കുകയും കയ്യേറ്റ ഭൂമി ഭൂരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യുകയും വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ബൈസൺവാലി ചൊക്രമുടിയിലെ വിവാദ ഭൂമി സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട നടപടി ഏറ്റവും വേഗത്തിലാക്കണം. ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടുകയും വേണമെന്നും ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അടിയന്തരമായിട്ട് ഒഴിപ്പിക്കുകയും ആ കയ്യേറ്റ ഭൂമി എത്രയും വേഗം ഭൂരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യം ഗവൺമെന്റിലേക്ക് ആവശ്യപ്പെടാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഏറ്റവും വേഗത്തിലാക്കണം. ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എത്രയും വേഗം അത് പുറത്തുവിടുകയും ചെയ്യണം. ഇതാണ് CPIയുടെ വ്യക്തമായ നിലപാട്. വെറുതെ എന്തായാലും കയ്യേറ്റക്കാരന് സ്പെഷ്യൽ ഓർഡർ കൊടുക്കുന്ന മന്ത്രിയല്ല CPIയുടെ നേതാവായിട്ടുള്ള കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ കയ്യേറ്റക്കാരുടെ പാർട്ടിയല്ല CPI. ഇത് വീണ്ടും നിങ്ങളോട് അസന്നിഗ്ധമായിട്ട് പറയുന്നു. ഈ ജില്ലയിൽ കയ്യേറ്റം നടത്താത്ത ഏക പാർട്ടി CPI ആണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുക. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനോ ആർക്കെങ്കിലുമോ കയ്യേറ്റ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കുക മാത്രമല്ല അയാൾ ഈ പാർട്ടിയിലും ഉണ്ടാവുകയില്ല. അങ്ങനെ കയ്യേറ്റക്കാരെ സഹായിച്ചവരും ആരെങ്കിലും ഉണ്ടെങ്കിലും അത് വ്യക്തമായി തോന്നിയിട്ടുണ്ടെങ്കിലും അവരും ഈ പാർട്ടിയിൽ ഉണ്ടാവുകയില്ല. കട്ടപ്പന 20 ഏക്കർ മേഖലയിൽ വവ്വാൽ കൂട്ടം ഭീതി ജനിപ്പിക്കുന്നു. ഏതാനും ദിവസങ്ങളായി നൂറുകണക്കിന് വവ്വാലുകളാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. നിപ ഭീതിയടക്കം നിലനിൽക്കുന്നതിനാൽ ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങൾ. 5 മണിക്ക് കട്ടപ്പനയിൽ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മേഖലയിലേക്ക് നൂറുകണക്കിന് വവ്വാലുകൾ കൂട്ടമായി എത്തിയത്. സംസ്ഥാനത്ത് നിപ ഭീതി ഒഴിയാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വിവിധ ഫലങ്ങളും വിളകളും വവ്വാലുകൾ പാടെ നശിപ്പിക്കുകയാണ്. മുൻപും സമാനമായ രീതിയിൽ മേഖലയിൽ വവ്വാൽ കൂട്ടങ്ങൾ എത്തി നാശമുണ്ടാക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കുറേ വാവലുകൾ ഇങ്ങനെ വന്ന് ഈ പ്രദേശത്തോടെ ഇങ്ങനെ വന്ന് പോയി. അത് വളരെ ഒച്ചയിലായിട്ട് കുറേ എണ്ണം ഈ കമുകിലും തെങ്ങിലും മറ്റ് കൃഷികളൊക്കെ ഇരുന്നു. അതിനുശേഷം ഇതിങ്ങനെ ചെയ്യാണ്ട് നമ്മുടെ ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗം കണക്കാക്കി ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു പോയി. അപ്പം ആൾക്കാരൊക്കെ ഓർത്ത് കുറേ ആൾക്കാർ വന്ന് കാണി ശ്രദ്ധിക്കുകയോ ചെയ്തു. ഇവിടെ ഉദ്രവം ഉണ്ടാവുക എന്നൊരു സംശയം ഉണ്ടായി. ഈ ഗവൺമെൻറ് കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് നമ്മുടെ ഈ സ്കൂൾ കവല ഭാഗം കണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടമായിട്ട് വന്ന് ഇവിടെ വന്ന് ഏതാണ്ട് ഒരു 35-40 മിനിറ്റോളം ഇവിടെ വന്ന് ഈ പ്രദേശങ്ങളിൽ ഈ മരങ്ങളിലും തെങ്ങിലുമൊക്കെ ഇവ കൂട്ടമായിട്ടിരുന്നു. അപ്പോൾ പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം നിപ്പ വന്ന് ആൾക്കാരുടെ മരണമുണ്ടായി. അതനുസരിച്ച് പലയിടത്തും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പന ടൗണിലുള്ള അടുത്തുള്ള പ്രദേശമാണ്. തീർച്ചയായിട്ടും അതനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളല്ല പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഈ പ്രദേശവാസികൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. വിഷയത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അധികൃതർ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ബംഗളൂരു സോലദേവനഹള്ളിയിൽ ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. നെടുങ്കണ്ടം കല്ലാർ തൂക്കുപാലം MG മന്ദിരത്തിൽ അനിത സുനിൽ ദമ്പതികളുടെ മകൻ ദേവനന്ദനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. സുഹൃത്തുക്കളെ കാണാനായി ബംഗളൂരു മജസ്റ്റിക്കിൽ നിന്ന് സോലദേവനഹള്ളിയിലേക്ക് പോകുന്നതിനിടെ ഞായറാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത്. പിന്നീട് ഹൊബ്ബാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്ന ദേവനന്ദൻ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് തിരുവോണ ദിവസം അനുഭവപ്പെട്ടത് വലിയ തിരക്ക്. എന്നാൽ 40 പേർക്ക് കയറാവുന്ന തൂക്കുപാലത്തിൽ ഒരേ സമയം 100-ലധികം ആളുകൾ കയറുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പരിസര പ്രദേശങ്ങളും ആസ്വദിക്കുന്നതിനായി അവധി ദിവസങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. എന്നാൽ 40 പേർക്ക് കയറാവുന്ന പാലത്തിൽ തിരുവോണ ദിവസം ഒരേ സമയം 100-ലധികം സഞ്ചാരികളാണ് കയറിയത്. ഇത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ്. പരിധിയിലധികം ആളുകൾ പാലത്തിൽ ഒരേ സമയം കയറുന്നത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. തൂക്കുപാലം ഹാങ്ങിങ് പാലമാണ് അയ്യപ്പൻകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിരവധി ആളുകളാണ് ദിനം പ്രതി വന്നു പോകുന്നത്. 2013 റിവർ മാനേജ് ഫണ്ട് ഉപയോഗിച്ചാണ് അയ്യപ്പൻകോവിൽ ഈ തൂക്കുപാലം 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട്, കാഞ്ചാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവരെയായിട്ടും ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസ് നിർമ്മാണവും നടന്നിട്ടില്ല. കാരണം ഇതിൻ്റെ പെയിൻറ്റിങ് മൊത്തം പോയിരിക്കുന്നു. ഇതിൻ്റെ ആളുകൾ കൂടുതലായി വന്ന് പോകുമ്പോഴത്തേന് ഇതിന് ഒലച്ചിൽ സംഭവിച്ചിട്ട് ഇതിൻ്റെ കമ്പി തുരുമ്പിച്ച് അതിൻ്റെ ത്രെഡ് പോയിട്ട് ഇപ്പം നല്ലവണ്ണം ഇത് ഷെയ്ക്ക് ഉണ്ടാകുന്നുണ്ട്.
ഇതിന് ഒരു നവീകരണം ഏറ്റവും അടുത്ത് തന്നെ ആവശ്യമാണ്. 2012-13 കാലഘട്ടത്തിൽ നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ കൈവരികൾ ഇളകിയും നട്ടുബോൾട്ടുകൾക്ക് തേയ്മാനം സംഭവിച്ചതും അടിത്തറകൾ ദ്രവിച്ചിരിക്കുന്നതും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും തൂക്കുപാലത്തിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതരും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അവധി ദിവസങ്ങളിലും മറ്റും തൂക്കുപാലത്തിൽ കയറുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പക്ഷേ അതിനുശേഷം എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം, ഉദ്ഘാടനം എന്നത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും നടത്തേണ്ടതാണ്. പക്ഷെ നാളിതുവരെയായിട്ട് ഇതിന് യാതൊരു ഉദ്ഘാടനങ്ങൾ നടത്താൻ പോലും ആരും തയ്യാറാകും. ഇത് ഒന്ന് പണിതവർ തന്നെ വന്ന് നാട്ടുകാർക്ക് നിങ്ങൾ കയറിക്കോ ചെറുതൊക്കെ സവാരി ഇടപാടും പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന സമ്പ്രദായം ഉണ്ടായി. പക്ഷെ ഇതുവരെ അതിനുശേഷം ഈ പാലത്തിൻ്റെ ഈ ഇത്രയും 21-11 വർഷമായിട്ട് ഇതുവരെ ഇതിൻ്റെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനം നടത്തുകയോ ഒരു പെയിൻ്റ് അടിക്കുകയോ അങ്ങനെ യാതൊരുവിധ പണികൾ ഇതുവരെ ചെയ്തിട്ടില്ല. നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതോടെ ഈ അയ്യപ്പൻകോവിൽ തൂക്കുപാലം കാണാനും അതുപോലെ തന്നെ ഇവിടെ ഈ പാലത്തിനോട് ചേർന്ന് ഒരു 400 മീറ്റർ അപ്പുറം ഒരു പഴയ ഒരു പുരാതന പഞ്ചമഹാക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. പക്ഷേ ഇതിൻ്റെ ഈ പാലത്തിലോട്ട് ഇപ്പോൾ ആൾക്കാർ കയറി പാലം ഒരു 40 പേർ കയറാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ 400 പേരല്ല ഈ പാലത്തെ കയറുന്നത്. അപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യങ്ങളും നമ്മൾ സർക്കാരിൻ്റെയൊക്കെ ഇതിൻ്റെ അധികാരികളുടെ മുന്നിലൊക്കെ ഇത് അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ ആരും ഇതിൻ്റെ ബാക്കി നടപടികളിൽ പാലത്തിൻ്റെ പുനരുദ്ധാരണം നടത്താനോ ഇതിൻ്റെ നിർമ്മാണം നടത്തി ഇതിൻ്റെ പെയിൻ്റ് അടിക്കാനോ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ആൾ കൂടുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ പോലീസിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിലൊക്കെ. ഇപ്പോൾ അത് 2 ദിവസമായിട്ട് പോലീസ് ഇങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവർ പോലീസുകാരും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാണ്. വരും ദിവസങ്ങളിലും മേഖലയിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ജില്ലാ ഭരണകൂടവും ത്രിതല പഞ്ചായത്തുകളും ഇടപെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജയ്ക്കെതിരെ വിമർശനവുമായി CPI നേതാക്കൾ മൂന്നാറിൽ രംഗത്ത്. നിർമ്മാണം പൂർത്തിയാക്കി 2 മാസത്തിനകം സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ MLA കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് CPI നേതാക്കൾ മുമ്പോട്ട് വയ്ക്കുന്നത്. നിർമ്മാണം നടത്തി ഏതാനും മാസങ്ങൾ പിന്നിട്ട ഉടൻ മൂന്നാർ സൈലന്റ് വാലി റോഡ് തകർന്നതോടെ പ്രതിഷേധവുമായി CPI രംഗത്ത് വന്നിരുന്നു. റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് CPI സമരം നടത്തുന്നത്. ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്നല്ലാതെ MLAക്കെതിരെ യാതൊരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. എന്നിട്ടും അദ്ദേഹം CPIക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും നേതാക്കൾ മൂന്നാറിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ബഹുമാനപ്പെട്ട MLA എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ചില പഞ്ചായത്ത് മെമ്പർമാരെ വിളിച്ച് നമ്മുടെ സൈലന്റ് വാലി ലക്ഷ്മി റോഡിലുള്ള സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു. അതും എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ സൈലന്റ് വാലി മൂന്നാർ റോഡിൽ അല്ലെങ്കിൽ ലക്ഷ്മി വിരിവാറ റോഡ് ഗുണ്ടര ചെണ്ടുവര റോഡിൽ സമരം ചെയ്തത് MLAക്ക് എതിരെ അല്ല. MLA അല്ല പ്രതി. ഈ കരാറുകാരൻ ഈ റോഡിൽ ഏറ്റെടുക്കപ്പെട്ട കരാറുകാരനെ എതിരായിട്ടാണ് സമരം ചെയ്തത്. കരാറുകാരനുള്ള പണം വാങ്ങിച്ചിരിക്കുന്നത്. ആ കരാറുകാരൻ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള മെറ്റൽസോ അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികൾ ഉപയോഗിച്ചിട്ടില്ല. റോഡ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അശാസ്ത്രീയമായ രീതിയിലാണ് അദ്ദേഹം പണിതിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടാണ് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിനും മറ്റും സമരം ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ സമരം ചെയ്ത പിറ്റേ ദിവസം തന്നെ MLA അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്തായി വരികയും സാഹചര്യമുണ്ട്. അവിടെ TV മാത്രമല്ല വക്കാലത്തിന് വേണ്ടി വന്നത് നമ്മുടെ താലൂക്ക് സമിതിയിലും അദ്ദേഹം വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ CPI നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാത്തിനുമെതിരെ MLA വീണ്ടും സംസാരിക്കുന്നു. അപ്പം ഞങ്ങൾ ചോദിക്കുന്നു, മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യമായിരിക്കുന്നു? ഞങ്ങൾ കരാറിനെതിരായിട്ടുള്ള സമരം ചെയ്തത്. അതിനെന്തിനാണ് ഒരു മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെയും മറ്റ് വ്യക്തിയെയും വിളിച്ചുകൊണ്ട് സ്വാധീനിക്കുന്ന MLAക്ക് എന്ത് പണിയാണുള്ളത് കാര്യത്തിൽ? അപ്പം MLAയുടെ ഈ നീക്കങ്ങൾ ഒരു ഗൂഢാലോചനപരമായി മാറുന്നു. അതുകൊണ്ട് ആ MLAയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷ മുന്നണിയെയും ഈ പ്രാദേശിക തരത്തിലുള്ള ബന്ധങ്ങളെയും വലിയ തരത്തിൽ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാര്യത്തിൽ. അതുകൊണ്ട് ആ പാർട്ടിയിലെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് MLA ഇത്ര പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളോടും അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണിയോടും കൂടി മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം. മാപ്പ് ചോദിക്കണം. കാരണം മുന്നണി സംവിധാനമായിട്ട് തന്നെയാണ് ദേവികുളം പഞ്ചായത്തിലും മൂന്നാർ പഞ്ചായത്തിലും മത്സരിച്ചിരിക്കുന്ന കാര്യത്തിൽ. അപ്പം ഒരു റോഡിന് വേണ്ടി CPI എന്നൊരു പാർട്ടി ഒരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരിഞ്ഞു കുത്താൻ വേണ്ടി അല്ലെങ്കിൽ കൊഞ്ഞനം കാണിക്കാൻ വേണ്ടി മറ്റൊരു വിഷയത്തെ കുത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടുവരുന്നത് ശരിയല്ലാത്ത ഒരു വിധമാണ് കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഈ വിഷയം തുറന്നു പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചത്. എല്ലാവരുടെയും വോട്ട് വാങ്ങി വിജയിച്ച MLA അനാവശ്യ ആരോപണവുമായി രംഗത്തെത്തുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേൽ, മണ്ഡലം സെക്രട്ടറി T. ചന്ദ്രപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സെപ്റ്റംബർ 18 നടക്കും. പരിപാടിയിൽ പിതാക്കന്മാർ, MP, MLA, ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ തുടങ്ങിയവർ പങ്കെടുക്കും.
1962 മുതൽ 2024 വരെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം ഇന്നലകളെ ഇതുവഴി എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ ഹൈറേഞ്ചിലെ പ്രധാന ചെറു ടൗണുകളായി ഉയർന്നുവന്ന ഗ്രാമമാണ് ഇരട്ടയാർ. 1962 മുതൽ കുടിയേറ്റ ജനതയ്ക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന വിദ്യാലയമാണ് ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ. ആദ്യ നാളുകളിൽ കർമ്മധീരരായ ആളുകളുടെ കരുത്തിൽ തുറന്ന പ്രാഥമിക വിദ്യാലയം വളർന്ന ഹയർ സെക്കൻഡറി തലം വരെ എത്തി. ജാതി മത ചിന്തകൾക്ക് അതീതമായി നാടും നാട്ടുകാരും ഒന്നിച്ചു നിന്നതോടെ സ്കൂൾ വൻ വിജയങ്ങൾ നേടിയെടുത്തു. കഴിഞ്ഞ 62 വർഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിലെ ഓരോ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജർമാരെയും ക്ഷണിച്ചുകൊണ്ടും പങ്കെടുപ്പിച്ചുകൊണ്ടുമാണ് സെന്റ് തോമസ് വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിക്കുന്നത്. ഇരട്ടയാറിൽ നിരവധിയായ കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയം എന്ന നിലയിൽ ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നലകളെ ഇതുവഴിയെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം നടക്കുകയാണ്. ഈ മാസം 18-ാം തീയതി 12:30 നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ രജിസ്ട്രേഷനോടുകൂടി സമ്മേളന ഘട്ടത്തിലേക്ക് കടക്കുക. നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയൊരു മഹാസമ്മേളനമായി പൂർവ്വ വിദ്യാർത്ഥി മഹാസമ്മേളനം മാറുകയാണ്. 2 മണിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി മഹാസമ്മേളനത്തിൻ്റെ വൈസ് ചെയർമാൻ ശ്രീമതി ബിന്ദു മാഡം പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന സമ്മേളനം 2 മണിക്ക് പ്രിയപ്പെട്ട ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് അധ്യക്ഷത വഹിക്കുന്നതും അതോടൊപ്പം ഉടുമ്പൻചോലയുടെ പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട മണിയാശാൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും ഇരട്ടയാർ സ്കൂളിൽ പഠിച്ച് ഇപ്പോഴേ ബിഷപ്പായിരിക്കുന്ന പ്രിയപ്പെട്ട അരുമച്ചാടത്തെ പിതാവ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുമാണ്. സെപ്റ്റംബർ 18-ന് ഉച്ചയ്ക്ക് 12:30 മുതൽ സെന്റ് തോമസ് പാരിഷ് ഹാളിൽ ഇന്നലകളെ ഇതുവഴിയെ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. MLA MM മണി മുഖ്യപ്രഭാഷണം നടത്തും. ഭദ്രാവതി രൂപത മെത്രാൻ മാർ ജോസഫ് അരുമച്ചാടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് വൈകിട്ട് 6-ന് വർക്കിംഗ് ചെയർമാൻ ജിൻസൺ വർക്കി അധ്യക്ഷത വഹിക്കുന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ASP രാജേഷ് കുമാർ IPS മുഖ്യ അതിഥിയായിരിക്കും. സമാപന സമ്മേളനത്തിൽ കവി മുരുകൻ കാട്ടാക്കടയുടെ കാവ്യസന്ധിയും ചലച്ചിത്ര പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ്, ചലച്ചിത്ര കോമഡി താരങ്ങൾ, തിരുവനന്തപുരം ട്രാക്ക് ഓർക്കസ്ട്ര തുടങ്ങിയവർ അണിനിരക്കുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാ നൈറ്റും സംഘടിപ്പിക്കും. പരിപാടിയിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായിരിക്കും. ഹൈറേഞ്ചിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ 62 വർഷത്തെ വിദ്യാർത്ഥികളെ ഒന്നിപ്പിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജിൻസൺ വർക്കി, ബിന്ദു ഷിബു, സജിദാസ് മോഹൻ, BM മാത്യു, ബിനോയ് തറക്കുന്നേൽ, കിരൺ ജോർജ് എന്നിവർ പങ്കെടുത്തു. ജാതി സെൻസസ് നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് KPMS നേതൃത്വം നൽകുമെന്ന് സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം. KPMS കട്ടപ്പന ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 161ാമത് മഹാത്മാ അയ്യങ്കാളി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാകണം. സംവരണം എന്നത് വെറും കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 6-ാം തീയതി കട്ടപ്പനയിൽ ജില്ലാ പ്രവർത്തക യോഗം നടത്തുമെന്നും അതിൽ KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പങ്കെടുക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം പറഞ്ഞു. ആ സംഘടനാ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഈ കാലാന്തരീക്ഷത്തിൽ ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ പട്ടികജാതി വർഗ്ഗക്കാരുടെ വിവേചനങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധന നമ്മൾ നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മുടെ കേരളം പുരോഗമന സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഈ സമയത്ത് ആലപ്പുഴ വിദ്യാർത്ഥിക്ക് നേരെ ജാതി അധിക്ഷേപം ഉണ്ടായെന്നുള്ള വാർത്ത ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള സംഘടനയുടെ കെട്ടുറപ്പുകൾ, വിവിധ ജാതി സംഘടനകൾ, ദളിത് സംഘടനയുടെ കെട്ടുറപ്പ് കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ UP പോലെയും മറ്റ് സ്റ്റേറ്റുകളിൽ അനുഭവിക്കുന്ന ദളിത് പീഡനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും
ഗവൺമെന്റ് അതിന്റെ കർക്കശമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സത്യം നമുക്കുണ്ട്. വൈസ് പ്രസിഡന്റ് ബാബു AK അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ ബിനു കേശവൻ ജന്മദിന സന്ദേശം നൽകി. KSS ജില്ലാ സെക്രട്ടറി KR രാജൻ, AKCH ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജീവ് രാജു, KPMS കട്ടപ്പന ശാഖാ പ്രസിഡന്റ് രാജു, ചന്ദ്രിക രാജു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൗൺസിലർമാരായ പ്രശാന്ത് രാജുവിനെയും ബിനു കേശവനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നബിദിനത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ മസ്ജിദുന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും മിലാദ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു. തബ്ലീഗുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു റാലി നടന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വണ്ടിപ്പെരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും സന്ദേശവും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ മസ്ജിദുന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും മിലാദ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തബ്ലീഗുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളെ അണിനിരത്തിയുള്ള റാലി വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും ആരംഭിച്ച ബസ് സ്റ്റാൻഡ് ചുറ്റി മദ്രസ ഹാളിൽ സമാപിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് TH തമ്പി റാവുത്തർ, ജനറൽ സെക്രട്ടറി VM നൌഷാദ് വാരിക്കാട്ട്, ജമാഅത്ത് ഭാരവാഹികളായ കാച്ച മൈദീൻ, ഗഫാർ ഖാൻ ഖാന്തി, റിയാസ് P ഹമീദ്, രഹ്നാസ് KA, KP അബ്ദുൾ റഹീം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉപ്പുതര ടൗണിൽ 2 ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങുന്നതായി പരാതി. തിരുവോണ ദിനത്തിൽ ഉൾപ്പെടെ 9 ഏക്കറിലും ടൗണിന്റെ പല ഭാഗത്തും കുടിവെള്ള വിതരണം മുടങ്ങി. നിരന്തരമായി കുടിവെള്ളം മുടങ്ങുന്നത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണെന്ന ആരോപണവും ശക്തമാണ്. ഉപ്പുതര ടൗൺ 9 ഏക്കർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് 2 ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുന്നത്. തിരുവോണ ദിവസത്തിൽ ഉൾപ്പെടെ ശുദ്ധജലം വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും എത്താതിരുന്നത് പൊതുജനങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കി. അടിക്കടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് വാട്ടർ അതോറിറ്റി ജീവനക്കാർ കാണിക്കുന്ന അനാസ്ഥയുടെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ ആരോപിച്ചു. പെരിയാറിന്റെ തീരത്ത് അധിവസിക്കുന്ന ജനങ്ങൾക്ക് ഈ ഓണനാളിൽ പോലും ആവശ്യമായ തോതിൽ കുടിവെള്ളം ലഭ്യമാക്കാത്തത്. ഇവിടെ പമ്പ് ഓപ്പറേറ്റർമാർ പറയുന്നത് മോട്ടോറിൻ്റെ കരാറാണ്, ആവശ്യത്തിന് ലോഡ് വലിക്കുന്ന മോട്ടോറുകളില്ല, അതുകൊണ്ടാണ് എന്നും മറ്റുമുള്ള മുടന്തൻ ന്യായങ്ങളാണ്. ഈ ബില്ല് വരുമ്പോൾ ഇത്തരം മുടന്തൻ ന്യായങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷവും മാർച്ച് 31 ജല അതോറിറ്റി കോടതി വഴി ഈ ജലത്തിൻ്റെ തുക അടയ്ക്കുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും കോടതി വഴി നോട്ടീസ് വിട്ടുകൊണ്ട് പൈസ ഈടാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. വിശേഷ ദിവസങ്ങളിൽ പലപ്പോഴും ജലവിതരണം മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. എന്നാൽ മോട്ടോറിന്റെ തകരാറാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകുന്ന വിശദീകരണം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. തിരുവോണനാളിൽ ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നവർക്കും രോഗികളെ പരിപാലിക്കുന്നതിനായി ആഘോഷം ഒഴിവാക്കുന്നവർക്കും മധുര പലഹാരം വിതരണം ചെയ്തൊരു കുടുംബം. നെടുങ്കണ്ടം വലിയ വീട്ടിൽ അനിലും കുട്ടികളുമാണ് മധുര പലഹാരങ്ങളുമായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെത്തിയത്. നാടെങ്ങും ഓണം ആഘോഷിക്കുമ്പോൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നവർക്കൊപ്പം ചേരുകയാണ് ഇവർ. മുൻ വർഷങ്ങളിലും വിശേഷ ദിവസങ്ങളിൽ മധുര പലഹാരങ്ങളുമായി ഇവർ ആശുപത്രിയിലെത്തിയിരുന്നു. ഇത്തവണ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മധുരം വിളമ്പുകയും രോഗികൾക്കായി ആഘോഷങ്ങൾ ഒഴിവാക്കി സേവനം ചെയ്യുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ആദരിക്കുകയും ചെയ്തു.
മിക്കവാറുമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും വീട്ടിലുണ്ടാക്കിയ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിശേഷ ദിവസങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെ ആദരിച്ചും എൻ്റെ സന്തോഷങ്ങൾ പങ്കുവച്ചും ആണ് എൻ്റെ ആഘോഷങ്ങൾ. അനിലിന്റെ മൂത്ത മകൾ ആദിശ്രീ പൊതുസ്ഥലങ്ങളിൽ 600-ലധികം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന കുട്ടിയാണ്. ആദിശ്രീയുടെ ആവശ്യപ്രകാരമാണ് പിതാവിന്റെ നേതൃത്വത്തിൽ രോഗികൾക്കായി മധുര പലഹാരങ്ങളുമായി കുടുംബം എത്തിയത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 212, വിൽപ്പനയ്ക്ക് വന്നത് 51,078, വിൽപ്പന നടന്നത് 51,078. കൂടിയ വില 2,906, ശരാശരി വില 2,247. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,700. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,880 രൂപ, വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യം. തത്തകൾ വ്യാപകമായി നാശം വിധിക്കുന്നത് നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിൽ. കൂട്ടമായി ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന തത്തകൾ തിന്നു നശിപ്പിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കായ്കൾ. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സംസ്ഥാന നേതൃത്വം അട്ടിമറിക്കുന്നതിനെതിരെ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ. യൂണിയനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാലാണ് അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ. ബൈസൺവാലി ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ CPI നേതാക്കൾ സന്ദർശനം നടത്തി. സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ മറ്റു നടപടികളിലേക്ക് കടക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷറഫ്. കട്ടപ്പന 20 ഏക്കർ മേഖലയിൽ വവ്വാൽ കൂട്ടം ഭീതി ജനിപ്പിക്കുന്നു. ഏതാനും ദിവസങ്ങളായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 100 കണക്കിന് വവ്വാലുകൾ. നിപ്പ ഭീതിയടക്കം നിലനിൽക്കുന്നതിനാൽ ആശങ്കയിൽ ജനങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.